പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് CBSEയുടെ ഒരു 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആവർത്തിച്ച് എപ്പോഴും 6 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ, ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു പോർഷൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് അത് വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു തരാം. നമുക്ക് ഇതിൽ വരുന്നത് ഓർത്ത് വെക്കുക, ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസും സെയിലും മാത്രമേ ഇതിൽ വരുള്ളൂ. അതാണ് ഇൻവെസ്റ്റിങ്ങിന്റെ പ്രത്യേകത കേട്ടോ. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ അത് സെയിൽ ചെയ്യുന്നതുമാണ് അതിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലാൻഡ് 2015 ഉണ്ട്, 14 ഉണ്ട്. അതുപോലെ 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ഗുഡ് വിൽ ഉണ്ട്. ഇത്രയും നമുക്ക് തന്നിട്ട് അഡ്ജസ്റ്റ്മെന്റില് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് സെയിം ഇതുപോലെ തന്നെ എപ്പോഴും വരും. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ വരും. അതായത് എ മെഷീൻ കോസ്റ്റിംഗ് ₹40,000. അതായത് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ദെയർ ഓൺ ₹12,000. ഇത്രയും വരെ ബ്രാക്കറ്റ് ആണ്. അതായത് 40,000 രൂപയുടെ ഒരു മെഷീനറി അവര് 12,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ട് വാസ് സോൾഡ് ₹35,000 എന്നാ പറഞ്ഞേക്കണത്. 35,000 രൂപയ്ക്ക് വിറ്റുന്ന്. അപ്പൊ മെഷീനറി വിറ്റപ്പോ ലാഭമാണോ നഷ്ടമാണോ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ₹40,000 കോസ്റ്റ് ഉള്ളത്, ₹12,000 അവര് ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. ₹12,000 ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ നോക്കാൻ, ഈ 35,000 രൂപയായിട്ട് നോക്കാൻ. അപ്പൊ സെയിൽ ചെയ്തേക്കുന്നതാണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് SP നമുക്ക് തന്നേക്കുന്നത് 35,000. അതിന്റെ കോസ്റ്റ് നമുക്ക് തന്നേക്കണത് ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് എത്ര വന്നേക്കണേ? 28,000. 35,000 40,000 ആയിരുന്നു. അതിന് ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ളതാണല്ലോ വിൽക്കുമ്പോ അതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ 28,000 രൂപ ഇപ്പൊ അതിന് വിലയുണ്ട് എന്ന് പറഞ്ഞ 7,000 രൂപ. അപ്പൊ നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 7,000 കിട്ടും. SP കൂടുതലായതുകൊണ്ട് പ്രോഫിറ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റിലാണ് ആ മെഷീനറി വിറ്റേക്കണത്. ഇനി ആ മെഷീനറിക്ക് നമുക്കുണ്ടല്ലോ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. അപ്പൊ ഒരു ഏതെങ്കിലും അസറ്റിന് 3 അതിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് തന്നാൽ നമ്മൾ മസ്റ്റ് ആയിട്ടും അതിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട വരും കേട്ടോ. ഇവിടെ നമുക്ക് മെഷീനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. കാരണം എന്താ? മെഷീനറിയുടെ ഓപ്പണിങ്ങിലെ വാല്യൂ ഉണ്ട്, ക്ലോസിംഗിലെ വാല്യൂ ഉണ്ട്. മെഷീനറി കുറച്ച് വിറ്റത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മെഷീനറി അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. മെഷീനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മെഷീനറി അസറ്റ് ആണ്. അസറ്റ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്. അസറ്റ് എപ്പോഴും ഡെബിറ്റ് ബാലൻസേ കാണിക്കുള്ളൂ, ലയബിലിറ്റീസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസും. അപ്പൊ ഓപ്പണിങ്ങിൽ എപ്പോഴും നമ്മൾ ഡെബിറ്റും ക്ലോസിംഗ് നമ്മൾ ക്രെഡിറ്റും ചെയ്യണം. അപ്പൊ നമ്മൾ ഓപ്പണിങ്ങിലെ മെഷീനറി ഇത് ഇവിടെ എഴുതും. ടു ബാലൻസ് BD എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിൽ നമ്മൾ ഇവിടെ എഴുതും. ഉടനെ അപ്പൊ തന്നെ മക്കളൊരു കാര്യം ചെയ്യണം, ഞാൻ അത് ചെയ്തിട്ടതാണ് ആദ്യം. അപ്പൊ തന്നെ നമ്മൾ രണ്ടാമത് എന്താ എഴുതണ്ടേ? ഈ ബാലൻസ് CD ആണ് എഴുതണ്ടേ കേട്ടോ. ഇത് രണ്ടാമത് എഴുതിക്കോണം. ഇവിടെ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഉടനെ മക്കള് ഏറ്റവും മുകളിൽ എഴുതരുത്, അതിന്റെ താഴെയായിട്ട് നമ്മൾ എഴുതാം 3 lakh. ബാലൻസ് CD ആണ്. ക്ലോസിംഗ് CD, ഓപ്പണിംഗ് BD. അപ്പൊ നമ്മൾ മെഷീനറിയുടെ ഓപ്പണിംഗും ക്ലോസിംഗും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മെഷീനറി സെയിൽ ചെയ്ത് കിട്ടിയ വാല്യൂ, സെയിൽ ചെയ്ത് കിട്ടിയത് എപ്പോഴും ബൈ ബാങ്ക് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് മെഷീനറി സെയിൽ ചെയ്ത് കിട്ടിയത് എഴുതി 35,000. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിപ്രീസിയേഷൻ ആണ്. എപ്പോഴും കുട്ടികളെ തെറ്റിക്കാറ്. ഡിപ്രീസിയേഷൻ എപ്പോഴും കുട്ടികൾ ഈ എമൗണ്ട് എഴുതും 12,000. അത് ഓർത്ത് വെക്കാം. അത് വിറ്റ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആണ്. മൊത്തത്തിലുള്ള ഡിപ്രീസിയേഷന്റെ താഴെ തന്നേക്കണു ഡിപ്രീസിയേഷൻ ഡ്യൂറിങ് ദി ഇയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 60,000. അപ്പോ അവിടെയാണ് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നത്. ഈ ഡിപ്രീസിയേഷൻ വിറ്റതിന്റെ മാത്രമാണ്. അപ്പൊ നമ്മളിവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതുന്നത് മൊത്തത്തിലുള്ള മെഷീനറിയുടെ ആ ഒരു വർഷം ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് 7,000. പ്രോഫിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത് കേട്ടോ. അതും ഓർത്ത് വെക്കണം. പ്രോഫിറ്റ് ഡെബിറ്റ് സൈഡിലും, ലോസ് ആണെങ്കിൽ ലോസ് എപ്പോഴും ഡിപ്രീസിയേഷന്റെ സൈഡിലേ വരുള്ളൂ. ഡിപ്രീസിയേഷൻ ഒരു ലോസ് ആണല്ലോ, തേയ്മാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. ആ സൈഡിലാണ് അത് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ലോസ് വന്നാലും നമ്മൾ എഴുതുള്ളൂ. ഇത് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതി.
ഇനി നമ്മൾ ഇതെല്ലാം എഴുതി, ഇപ്പൊ ഇത് മൂന്നും എഴുതി, ഇവിടെ രണ്ട് സംഭവം എഴുതി. ഇതിന്റെ ബാലൻസിങ് ഫിഗർ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും? 1,80,000 എന്താ മെഷീനറി പർച്ചേസ് ചെയ്തത്. എത്ര രൂപയുടെ മെഷീനറി വാങ്ങിച്ചു എന്ന് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടില്ല. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, വിറ്റതുണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ മസ്റ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ മെഷീനറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്ത മെഷീനറിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോരാം. അപ്പൊ നമുക്കത് എഴുതുമ്പോ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ലാൻഡ് കഴിഞ്ഞ വർഷത്തെ ലാൻഡ് പർച്ചേസ് ചെയ്തത് 6 ലക്ഷമാണ്. ഈ കൊല്ലം കാണിച്ചിരിക്കുന്നത്, അതായത് കറന്റ് ഇയർ 15 ലാൻഡിന്റെ വാല്യൂ 16 ലക്ഷമാണ് എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കാം. അസറ്റിന്റെ വാല്യൂ കറന്റ് ഇയറിൽ കൂടാണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസും, കുറയാണെന്നുണ്ടെങ്കിൽ സെയിലുമാണ് കേട്ടോ. അപ്പൊ ഇവിടെ കൂടിയേക്കല്ലേ നോക്കി, കറന്റ് ഇയറിൽ അതായത് 2015 കൂടിയേക്കാണ്. എത്ര രൂപ കൂടി? 10 ലക്ഷം രൂപ കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10 ലക്ഷം രൂപ കൂടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ലാൻഡ് പർച്ചേസ് ചെയ്തു എന്നാണ്. അപ്പൊ ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ഓഫ് ലാൻഡ് 10 ലക്ഷം. അത് ബ്രാക്കറ്റിൽ കാണിക്കണം. എന്തുകൊണ്ടാ? പർച്ചേസ് ചെയ്യുന്നത് ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ ഇൻഫ്ലോയും, നമ്മൾ ഇവിടെ എഴുതുന്നത് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ്. ഇൻഫ്ലോ എന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നത്, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നത്. അപ്പൊ ലാൻഡ് പർച്ചേസ് ചെയ്തെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകാണ്, അത് ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ നമ്മളത് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കണം. അടുത്ത ഐറ്റം മക്കൾ നോക്കി, 10% ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്ന നിക്ഷേപം. അത് 4 ലക്ഷം രൂപ ഓപ്പണിങ്ങിലുണ്ട്. ക്ലോസിംഗിലായപ്പോഴേക്കും അത് 2,50,000 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇൻവെസ്റ്റ്മെന്റ് സെയിലായി എന്ന്. കുറഞ്ഞ സെയിലും കൂടിയ പർച്ചേസും ആണ്. എത്ര രൂപയാ കുറഞ്ഞേക്കണേ നോക്കി, 4 ലക്ഷത്ത് ആയിരുന്നത് ഇപ്പൊ 2,50,000 ആണ്. അപ്പൊ നമ്മൾ എഴുതും പ്രൊസീഡ്സ് ഫ്രം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. പ്രൊസീഡ്സ് എന്ന് വെച്ചാൽ സെയിൽ ഇത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഈ 4 ലക്ഷത്തിൽ നിന്ന് 2,50,000 മൈനസ് ചെയ്തിട്ട് 1,50,000 രൂപ നമ്മൾ അവിടെ എഴുതും. അതിന് ബ്രാക്കറ്റ് കൊടുക്കരുത്, കാരണം അത് ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ ബ്രാക്കറ്റിൽ കാണിക്കരുത്, ഔട്ട്ഫ്ലോ മാത്രമേ ബ്രാക്കറ്റിൽ കാണിക്കാവൂ. ഇനി ഇതിന് 10% ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, 10% ഇൻട്രസ്റ്റ് റേറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഇൻട്രസ്റ്റും കൂടി അപ്പൊ തന്നെ അങ്ങോട്ട് എഴുതണം, അല്ലെങ്കിൽ മറന്നു പോകും. ഇൻട്രസ്റ്റ് കാണുന്നത് എപ്പോഴും ഓപ്പണിംഗ് ഡേറ്റിലാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, രണ്ട് ഇതുണ്ട്. പ്രീവിയസ് ഇയർ ഉണ്ട്, കറന്റ് ഇയർ ഉണ്ട്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രീവിയസ് ഇയർ ആയിരിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 40,000 രൂപ ആണ് ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ ഇൻട്രസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കാണിച്ചേക്കണേ? ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ആണ്, ഇൻഫ്ലോ ആണ്. അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ കാണിക്കാത്തത്. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി, അത് നമ്മൾ എഴുതി. ഇനി അടുത്തത് ഗുഡ്വിൽ ആണ്. ഗുഡ്വിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഇവിടെ നമുക്ക് 15,000, ഇവിടെ 80,000. അതും കൂടിയേക്കാണ് അല്ലേ? അതായത് കൂടുമ്പോ പർച്ചേസ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ അവിടെയും കൂടിയേക്കാണെങ്കിൽ അതിന്റെ അർത്ഥം ഗുഡ്വിൽ പർച്ചേസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും പർച്ചേസ് ഓഫ് ഗുഡ്വിൽ. എമൗണ്ട് എഴുതുമ്പോ ഇത് തമ്മിലുള്ള വ്യത്യാസം 65,000 ആണ് വ്യത്യാസം വന്നേക്കണത്. അപ്പൊ നമ്മൾ അതും അവിടെ എഴുതി. പിന്നെ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സെയിൽ ചെയ്ത് കിട്ടുന്നത് നമ്മൾ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് മെഷീൻ വിറ്റ് കിട്ടിയേക്കണ എമൗണ്ട് ആണ് ഈ കാണിച്ചേക്കണത്. ഇവിടെ നമ്മളത് ബൈ ബാങ്ക് എന്ന് എഴുതി. ഇവിടെ നമ്മളത് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്, ഇൻഫ്ലോ ആണ്. അപ്പൊ പ്രൊസീഡ്സ് എഴുതാൻ മറക്കരുത്, അത് ഇൻഫ്ലോ ആണ്, ബ്രാക്കറ്റിൽ കാണിക്കരുത്. പിന്നെ വന്നിരിക്കുന്നത് ഏതാ? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗുഡ്വിൽ 65,000 ആണ്. ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് മക്കൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിലുള്ളത് ആദ്യം അങ്ങോട്ട് ചെയ്യുക. ഇത് മൂന്ന് എമൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ആഡ് ചെയ്ത എമൗണ്ട് അങ്ങോട്ട് മൈനസ് ചെയ്യുക. കാരണം ഇതാണ് വരുന്നത്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ 10 ലക്ഷം ഉണ്ട്, ഇവിടെ 1,80,000 ഉണ്ട്, അത്രയുണ്ട്. ഇവിടെ നമുക്ക് 1,50,000, 40,000, 35,000 ഉള്ളൂ. അപ്പോ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആഡ് ചെയ്തിട്ട് ഇൻഫ്ലോ ആണ് വലിയ എമൗണ്ട് എങ്കിൽ, അതായത് പോസിറ്റീവിൽ എമൗണ്ട് ആണ് വലിയ എമൗണ്ട് എങ്കിൽ ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ക്യാഷ് ഫ്ലോ എന്ന് എഴുതാം. ബട്ട് ഔട്ട്ഫ്ലോ ആണ് നമുക്ക് വലിയ എമൗണ്ട് കിട്ടുന്നതെങ്കിൽ, നമ്മൾ ആഡ് ചെയ്തപ്പോ നെഗറ്റീവ്, അതായത് ബ്രാക്കറ്റിൽ കാണിച്ച എമൗണ്ടിന്റെ സം ആണ് വരുന്നെങ്കിൽ ഒരിക്കലും ക്യാഷ് ഫ്ലോ എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. പകരം ഇവിടെ നമുക്ക് ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് മൂന്നും കൂടി കൂട്ടി കിട്ടിയ ആൻസർ ഇൻഫ്ലോ ആൻസർ നമ്മൾ മൈനസ് ചെയ്തു.
അപ്പൊ നമുക്ക് കിട്ടിയത് 10,28,000 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിവിടെ എഴുതും, ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ബ്രാക്കറ്റ് എഴുതാൻ മറക്കരുത് ആൻസറിനും. ക്യാഷ് യൂസ്ഡ് എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. അതായത് നെഗറ്റീവ് ആണ്, ഔട്ട്ഫ്ലോ ആണ് കൂടുതലെങ്കിൽ ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും, ഔട്ട്ഫ്ലോ ആണ് കൂടുതലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും കൊടുക്കണം. അപ്പോ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ എളുപ്പമാർഗം എന്താ? ആദ്യം അസറ്റ് അക്കൗണ്ട് അങ്ങോട്ട് വരയ്ക്കാം. അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അസറ്റ് മൂന്ന് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. മൂന്നോ അതിൽ കൂടുതൽ എമൗണ്ട് തരുന്ന ഐറ്റത്തിന് നമ്മൾ അക്കൗണ്ട് മസ്റ്റായിട്ടും വരയ്ക്കണം. ഇവിടെ മെഷീനറിക്ക് പർച്ചേസ് ചെയ്ത വാല്യൂ തരാത്തത് കൊണ്ട് അക്കൗണ്ട് ആദ്യം വരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി എല്ലാ സംഭവങ്ങളും എഴുതി നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ആൻസർ കിട്ടി. 6 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തത് ചെയ്തോളൂ. കൂട്ടുകാർക്കും ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ.